ഹലോ ഫ്രണ്ട്സ്, തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ നല്ല കുറുകിയ നല്ല മണത്തോടു കൂടിയുള്ള നല്ല സാമ്പാറിൻ്റെ റെസിപ്പി വേണോ? എന്നാൽ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു അരമണിക്കൂർ മുമ്പ് പരിപ്പൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഞാൻ പച്ചക്കറിയൊക്കെ പിന്നെ കയ്യിലുള്ളതൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ആ പരിപ്പിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് നമ്മൾ വേറെ നേരത്തെ വേവിക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർന്നതാണ്. അതുകൊണ്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളകായതുകൊണ്ട് 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് മുളക് കുറച്ചിടുന്നു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഉള്ളി വേണേലും പകരം ഇട്ടാൽ മതി. ഇനി ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊടിച്ചിട്ടാലും കുഴപ്പമില്ല, ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു 2.5 സ്പൂണ് സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലടുപ്പിക്കണേ. പിന്നെ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ച് ആ നേരം കൊണ്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 5 വിസിലൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ പരിപ്പും പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്തേ. ഇനി നമുക്കതിലേക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി ചേർക്കാവേ. എന്തും ചൂടാക്കി ചേർക്കണം. ആ പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് ചൂടാക്കണം, എങ്കിലേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടിരിക്കത്തുള്ളൂ. പൊടിയെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് സിമ്മിലിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കണേ. ആ നേരത്തെ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കരിയാപ്പിലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്കൊരു 2-3 സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്തൊന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാറിലേക്ക്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ്, ഒരു നല്ല മണമാണ്. ആ സാമ്പാറിൻ്റെ പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുവേ. അതുപോലെ നല്ല കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ കൂടെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. സാമ്പാർ ഇപ്പോൾ പല രീതിയിൽ കൂടെ പലരും വെക്കുന്നുണ്ട്, പക്ഷേ ഈ രീതി ഒന്ന് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായാലും അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ.